ഇസ്രായേലിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം അവസാനിപ്പിക്കണമെന്നും യുദ്ധമുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും വീണ്ടും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു സംയുക്ത സംവിധാനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാനോട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോക യുദ്ധത്തിൽ പങ്കെടുത്ത സൈനിക ശക്തിയുള്ള രാജ്യം ഒരു മുസ്ലിം രാജ്യത്തോട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യുദ്ധം സംബന്ധമായിരിക്കുന്ന കാര്യം ഒഴിവാക്കണമെന്നും അതിന് പരിഹാര നിർദ്ദേശങ്ങൾ തങ്ങൾ മുന്നോട്ട് വെക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ദയാർജി പോലെ സമർപ്പിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. അമേരിക്ക പലഘട്ടം ഈ കാര്യത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പരാജയപ്പെട്ടതിന്റെ തുടർച്ചയായ രീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഇറാനോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. ഇറാൻ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞതോടുകൂടി യുദ്ധത്തിലേക്ക് ലോകരാജ്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ ഒരു മധ്യസ്ഥ ശ്രമം എന്ന നിലക്ക് പാലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഇതിനോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയാണ് ഇതിനു വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം നടത്തുന്നത്. അത് ഈജിപ്തുമായിട്ടും ഖത്തറുമായിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രമ്യമായിരിക്കുന്ന ഒരു പരിഹാര കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്. എന്നാൽ ഈ ചർച്ചാ സംബന്ധമായ കാര്യം ബഹിഷ്കരിക്കുകയാണെന്ന് ഹമാസ് പറഞ്ഞതോടുകൂടി പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ്. അവർ പറഞ്ഞത് തൊട്ട് മാസങ്ങൾക്ക് മുൻപ് മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശം അതേ തരത്തിൽ ഇസ്രായേൽ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമുള്ളൂ, അതല്ലാത്ത രീതിയിൽ ഏകപക്ഷീയമായിരിക്കുന്ന ചർച്ചയായിട്ടാണ് ഇത് അവസാനിക്കാറുള്ളത്, അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് ഹമാസ് പിന്മാറി. അവർ മുൻപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്താണോ അത് അപ്പടി തന്നെ അംഗീകരിക്കണമെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, ഫലസ്തീൻ ജയിലിൽ കിടക്കുന്ന ബന്ദികളെ, ഫലസ്തീന്റെ കൈവശത്തിലുള്ള ഹമാസിന്റെ കൈവശത്തിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിന് തത്തുല്യമായ രീതിയിലുള്ള ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഫലസ്തീൻകളുടെ മോചനം, പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹകരണം, ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാതിരിക്കാനുള്ള സൂക്ഷ്മത, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മാസങ്ങൾക്ക് മുൻപേ ഹമാസ് മുന്നോട്ട് വെച്ചത്. അത് കർക്കശമായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങൾ അവസാനിക്കും, അല്ലെങ്കിൽ ഇതിനോട് സഹകരിക്കും എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയാണ്. വലിയ രീതിയിലുള്ള അക്രമങ്ങളും അതേപോലെ തന്നെ യുദ്ധത്തിന്റെ രീതികളും ഒക്കെ മാറുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഇപ്പോൾ ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. ഗസയിൽ നിന്ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു, റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയ റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അതും അവരുടെ തലസ്ഥാന നഗരിയായിരിക്കുന്ന ജെറുസലേം ലക്ഷ്യമാക്കിയിട്ട് ആക്രമണങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്കുള്ള മുന്നോടിയായിട്ട് കണക്കാക്കുന്നു. സർവ്വ മേഖലയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അക്രമമായിരിക്കും, അല്ലെങ്കിൽ യുദ്ധമായിരിക്കും ഇസ്രായേലുമായി നേരിടേണ്ടി വരുന്നത് എന്ന രീതി ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പൊ അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന വലിയ സംവിധാനങ്ങളും വലിയ രീതിയിലുള്ള ഏകോപനങ്ങളൊക്കെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ചുറ്റുഭാഗം തന്നെ സംരക്ഷിത വലയം തീർക്കുന്ന തരത്തിൽ അമേരിക്ക ഒരുക്കിയിരിക്കുന്നു. അത് യുദ്ധക്കപ്പലാണെങ്കിലും യുദ്ധവിമാനങ്ങളാണെങ്കിലും സൈനിക ട്രൂപ്പാണെങ്കിലും ആയുധ സംവിധാനമാണെങ്കിലും ഒക്കെ. എന്നാൽ ഇത് അമേരിക്കക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തെ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മാറി നിൽക്കണം. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനമാണ്, യുദ്ധമല്ല നടക്കുന്നത്, വംശീയ ഉന്മൂലനമാണ്, കുട്ടികളെയും സ്ത്രീകളെയും കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് മുഴുവൻ അമേരിക്കൻ ആയുധമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ സംവിധാനത്തിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഈ കാര്യങ്ങളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടുന്നത് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മറ്റൊരു തരത്തിലേക്കാണ്. റഷ്യയുടെ ചില പ്രദേശങ്ങളൊക്കെ ഉക്രൈൻ സൈന്യങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന തരത്തിൽ. അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നാടകം അമേരിക്ക ഉണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് വിഷയകാര്യങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ സ്ഥിരമായ രീതിയിൽ ഉക്രൈൻ സൈന്യത്തിന് താമസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു സൈനിക ശക്തിയായിട്ട് ആ പ്രദേശത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഉക്രൈന് സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ റഷ്യയെ ഭയപ്പെടുത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അത് ഇസ്രായേലുമായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇറാനെ പരസ്യമായ രീതിയിൽ സഹായിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള ക്ഷീണം അവിടെ ഇസ്രായേലിന് ഉണ്ടാവും എന്നതിനാൽ ഇവിടെ അവരെ വല്ലാത്ത രീതിയിൽ ടൈറ്റാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉക്രൈന്റെ സൈന്യം
ഈ റഷ്യയുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തു എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. 20 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്ററിന്റെ ചുറ്റളവുള്ള പ്രദേശം വരെ ഇപ്പൊ ഉക്രൈൻ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതോടനുബന്ധിച്ച് അവരെ പുറത്താക്കാനുള്ള വലിയ സംവിധാന കാര്യങ്ങൾ റഷ്യ തുടങ്ങിയിട്ടുണ്ട്. റഷ്യ തുടങ്ങുക എന്ന് പറയുന്ന സമയത്ത് ആ യുദ്ധത്തിന്റെ കാഠിന്യവും ശക്തിയും ഏത് തരത്തിലാണ് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ സ്ഥിതി വിശേഷം എന്ന് പറഞ്ഞാൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ സ്വാതന്ത്ര്യമാണ് യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള ഏക കാരണം, ഈ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതല്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടും തങ്ങൾ അംഗീകരിക്കുകയില്ല. ഒറ്റ പ്രഖ്യാപനം മാത്രം ഫലസ്തീൻ സ്വതന്ത്രമാവണം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? യൂറോപ്യൻ യൂണിയൻ അമേരിക്കയും സഹകരിക്കണം. ഇതൊഴിച്ച ബാക്കിയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ പറയുന്ന താൽക്കാലികപരമായിരിക്കുന്ന ഒരു യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ഒരു ഭയപ്പാടിലാണ്. സാമ്പത്തികപരമായിരിക്കുന്ന മേഖല ആകെ തന്നെ കൂപ്പുകുത്തുന്ന ഒരു സ്ഥിതിയിലേക്കും അമേരിക്കയുടെ സാമ്പത്തികം തകരുന്ന രീതിയിലേക്കും ഈ യുദ്ധം എത്തിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഈ യുദ്ധത്തിന് നേരിട്ട് കൊണ്ട് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന അമേരിക്കയാണ് എന്നതിനാൽ ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് റഷ്യ യുദ്ധത്തിന് മുന്നൊരുക്കം നടക്കുകയാണെങ്കിൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവിടെയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. കാര്യം പാലസ്തീനിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പാലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമായിരിക്കും. അത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ പോലും അത് ചർച്ച ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ റഷ്യൻ സൈന്യത്തിന് ഉക്രൈന്റെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാന്റെ നിലപാടിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ സമയത്ത് യുദ്ധത്തിലേക്ക് ലോകം അടുത്തിരിക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. വലിയ രീതിയിലുള്ള ജനാവലി ഗസയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൈനിക മേധാവികൾ പല ആൾക്കാരും കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിന്റെ നേതാവിനെ തന്നെ ഇസ്മായിൽ ഖനിയെ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അവർ പോരാട്ട വീര്യത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ആ വിഷയത്തിന്റെ അപ്പുറമായ രീതിയിൽ ഇറാൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രീതി അല്ല വരിക എന്നുള്ളത് മാത്രമല്ല, അറേബ്യൻ മേഖല കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ഭയപ്പാടുണ്ടായിരിക്കുകയാണ്. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്ന അറബ് രാജ്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിൽ വെച്ചാൽ അവരുടെ പെട്രോളിയം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ നേരിട്ടോ അല്ലാത്ത രീതിയിലോ സഹായിക്കുന്നുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. ഇതൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന രീതി വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇസ്രായേലിന് സൈനിക താവളം ഒരുക്കാനോ അല്ല അമേരിക്കക്ക് സൈനിക താവളം ഒരുക്കാനോ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നാൽ യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കും വലിയ മാറ്റം വരും. മുമ്പേ ഇറാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഇസ്രായേലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സഹായങ്ങൾ അറബ് രാജ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തങ്ങൾ അവരെ ശത്രു രാജ്യമായിട്ട് കണക്കാക്കിയിട്ട് അവർക്ക് നേരെ ആക്രമണം നടത്തും എന്ന് മുൻപ് പറഞ്ഞു വെച്ചത് യാഥാർത്ഥ്യമാവാൻ ഇനി ഒരുപാട് സമയമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. അപ്പോൾ ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് കൃത്യമാണ്, അവർ ആക്രമിക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഭയപ്പാടിൽ ലോകം ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം രാജ്യത്തിലെ വിഷയത്തിലൊക്കെ കർശനമായിരിക്കും നടപടി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിലപാടെടുത്തുകൊണ്ട് പ്രസ്താവന ഇറക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് സ്ഥിതിയിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. എന്തൊക്കെ ആയുധങ്ങളാണ്, എന്തൊക്കെ പ്രയോഗങ്ങളാണ് ഇറാന്റെ കൈവശത്തിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ യൂറോപ്യൻ രാജ്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംയുക്തമായ രീതിയിൽ യൂറോപ്യൻ യൂണിയന്റെ ഐക്യ സംവിധാനം ഒരു പ്രസ്താവന ഇറക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. അതാണിപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇറാനോട് അപേക്ഷിച്ച പ്രസ്താവന തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറെ രാജ്യങ്ങളുണ്ട്, ഇവരാണ് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത്. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, യുദ്ധമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യുദ്ധം കൂടി താങ്ങാൻ വേണ്ടി സാധിക്കില്ല, അങ്ങനെ തോന്നുന്നു. ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ചില ഭരണാധികാരികൾ തന്നെ അമേരിക്കക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇറാനിലേക്ക് പ്രവേശിച്ച് അല്ലെങ്കിൽ ഇറാനുമായിട്ട് ചർച്ച നടത്തി യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അല്ലെ നടത്തുന്നുണ്ട് എന്നും നമ്മൾക്ക് ഇതിന്റെ കൂടെ വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ അത് ബാധിക്കപ്പെട്ട മിഡിൽ ഈസ്റ്റിനെയാണ്. സാമ്പത്തിക മേഖല ആകെ തകർന്നു പോകും. അത് അറേബ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ സമ്പത്തിന്റെ ഏകദേശം 30 മുതൽ 33% വരെ സാമ്പത്തിക നിയന്ത്രണം അല്ലെങ്കിൽ സാമ്പത്തികത്തെ കൺട്രോൾ ചെയ്യുന്നതും മിഡിൽ ഈസ്റ്റിലെ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.
യുദ്ധമാണ് എന്നതിനാൽ എല്ലാ മേഖലയും സർവനാശം ഉണ്ടാക്കും, അല്ലെ സർവ്വ മേഖലയും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു പ്രയാസവും യഥാർത്ഥത്തിൽ അറബ് മേഖലയ്ക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഏത് പക്ഷത്ത് നിൽക്കുക എന്നതിനപ്പുറമായ രീതിയിൽ യുദ്ധമില്ലാത്ത ഒരു കാലാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് കണിശമായിരിക്കുന്ന നിർദ്ദേശങ്ങളും നിലപാടുകളുമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഈ യുദ്ധവിരാമം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് തീർത്തു പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കടുത്ത രീതിയിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്.